നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 2. അങ്ങനെ ഇന്ന് സെൻസെക്സിന്റെ ഈ മാസത്തിലെ ആദ്യ ആഴ്ചയിലെ വീക്കിലി എക്സ്പയറി ആയതിനാൽ തന്നെ മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 യുഎസിൽ നിന്നും ഫെഡ് ചെയർമാന്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ സ്പീച്ചിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലായിരുന്നു ഗ്ലോബൽ മാർക്കറ്റും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദമുണ്ടായിട്ടും പലിശ നിരക്ക് കുറയ്ക്കുവാനായിട്ടുള്ള നീക്കത്തെ എതിർക്കുമെന്നുള്ള സൂചന നൽകിക്കൊണ്ട് ഫെഡ് ചെയർമാൻ കെവിൻ വാഷർ ബുധനാഴ്ച അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. അതായത് സമീപ ആഴ്ചകളിൽ പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും യുഎസ് സെൻട്രൽ ബാങ്കിന് ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും 2% പണപ്പെരുപ്പത്തെ എത്തിക്കുവാൻ എന്നുള്ള ലക്ഷ്യത്തില് ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പ്രസ്താവന നടത്തുകയും ചെയ്തു. ആയതിനാൽ തന്നെ ഇന്നലെ യുഎസ് മാർക്കറ്റുകൾക്കൊക്കെ നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. അതിന്റെ ഒരു പ്രതിഫലനം ഇന്ന് രാവിലെ വ്യാപാരം പുനരാരംഭിച്ച ഏഷ്യൻ മാർക്കറ്റ്സിലും പ്രകടമാണ്. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ ഇന്നലെ ഖത്തറിലെ ദോഹയിൽ വെച്ച് യുഎസും ഇറാൻ പ്രതിനിധികളും നേരിട്ട് ചർച്ചകൾ നടത്തിയില്ലെങ്കിൽ കൂടിയിട്ടും മധ്യസ്ഥർ മുഖേന നടത്തിയ ചർച്ച സമാപിക്കുകയും ഇറാനുമായിട്ടുള്ള പരോക്ഷ ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നാണ് യുഎസ് പ്രസിഡന്റ് വിലയിരുത്തിയിട്ടുള്ളതും. കൂടാതെ ചർച്ചകൾക്കായിട്ട് ആതിഥേയരായിട്ട് നിലകൊണ്ട ഖത്തറും യുഎസ് ഇറാൻ പരോക്ഷ ചർച്ചകൾ പോസിറ്റീവായിട്ടുള്ള പ്രോഗ്രസിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള പ്രസ്താവന നടത്തിയിട്ടുമുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം ഇന്ന് എണ്ണയുടെ വിലയിലും കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കാര്യമായ ഡെവലപ്മെന്റുകളൊന്നും വന്നില്ലെങ്കിൽ കൂടിയിട്ടും ഇറാനും യുഎസും തമ്മിലുള്ള സമാധാന ചർച്ചകൾ ന്യൂട്രലായിട്ട് തുടരുന്നത് ഗ്ലോബൽ മാർക്കറ്റിന് ഗുണം ചെയ്യുന്നുമുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് നിലനിന്നുകൊണ്ട് ഇന്ന് നിഫ്റ്റിക്ക് മുൻപോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ തുടർന്ന് 24,200, 24,300 എന്നീ ലെവലുകളിൽ അതിശക്തമായ റെസിസ്റ്റൻസ് നേരിട്ടേക്കാം. കാരണം കഴിഞ്ഞ ആഴ്ച 24,200 എന്ന ലെവൽ നിഫ്റ്റിക്ക് മറികടക്കുവാൻ സാധിച്ചെങ്കിലും 24,267 എന്ന ലെവലിൽ വെച്ച് റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നിരുന്നു. ആയതിനാൽ തന്നെ 24,300 എന്ന ലെവലും ശക്തമായി മറികടക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് അടുത്ത സൈക്കോളജിക്കൽ ലെവലായ 24,500 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ 23,900 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടും, എന്നാൽ അതേസമയം 23,800 എന്ന ലെവൽ ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടി തന്നെയാണ്. ആയതിനാൽ തന്നെ ഇന്ന് ഈ ലെവൽ നിഫ്റ്റിക്ക് ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും വർദ്ധിച്ചേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ജിയോപൊളിറ്റിക്കൽ ടെൻഷൻസിലുണ്ടായ അയവിനെ തുടർന്നും ഇന്നലെ നമ്മൾ പോസ്റ്റ് മാർക്കറ്റിൽ കണ്ട മറ്റുള്ള ഘടകങ്ങളുടെ ഫലമായിട്ടും തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനുകളിലെ നഷ്ടത്തിന് ശേഷം ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ സെൻസെക്സിന് 444 പോയിന്റുകളുടെ ഉയർച്ചയോടുകൂടിയും നിഫ്റ്റിക്ക് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും ഈ കലണ്ടർ മാസത്തിലെ ഫസ്റ്റ് ട്രേഡിംഗ് സെഷനായ ഇന്നലെ 1,140.50 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിംഗ് തുടരുകയാണ് ചെയ്തതും തൽഫലമായി തിങ്കളാഴ്ച മുതൽ ഇന്നലെ ബുധനാഴ്ച വരെ തുടർച്ചയായിട്ട് അവർ സെല്ലേഴ്സ് ആയിട്ട് തുടരുകയും ചെയ്തു 3 ട്രേഡിംഗ് സെഷനുകളിൽ. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3,159.24 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മൈക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 6 മണിയോടുകൂടി യുഎസിൽ നിന്നും ജൂൺ മാസത്തെ നോൺ ഫാം പേറോൾസിന്റെയും അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെയും റിലീസുകൾ നടക്കാനുണ്ട്. CSM ടെക്നോളജീസിന്റെ IPO ഇന്ന് മെയിൻ ബോർഡിലേക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും. കൂടാതെ ലോയിഡ്സ് എന്റർപ്രൈസസ്, ചെംബോണ്ട് മെറ്റീരിയൽ ടെക്നോളജീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് എക്സ് ഡിവിഡന്റ് ആയിട്ട് ട്രേഡ് ചെയ്യപ്പെടും. അതായത് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഇന്ന് മുതൽ സ്റ്റോക്ക് വിൽക്കുന്ന സെല്ലേഴ്സിന് ഇത്തവണ പ്രഖ്യാപിക്കപ്പെട്ട ഡിവിഡന്റ് ലഭിക്കും. അതേസമയം ഇന്ന് മുതൽ ഈ സ്റ്റോക്കുകൾ വാങ്ങുന്ന ബയേഴ്സിന് ഇത്തവണ പ്രഖ്യാപിക്കപ്പെട്ട ഡിവിഡന്റുകൾ ലഭിക്കുകയുമില്ല. ഇന്നലെ യുഎസിൽ നിന്നും വൈകുന്നേരം 7:30 ISM മാനുഫാക്ചറിംഗ് PMI ഡാറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. മെയ് മാസത്തെ 54% നിന്നും
മാർക്കറ്റ് ഫോർകാസ്റ്റ് ചെയ്തിരുന്നത് 53.9% ആക്ച്വലി 53.3% റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഇതിനെ തുടർന്ന് യുഎസിന്റെ ISM മാനുഫാക്ചറിംഗ് PMI അതിന്റെ 6 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തത്. ഇനി നമുക്ക് ADR സ്റ്റോക്സുകൾ പരിശോധിക്കാം. ആക്സിസ് ബാങ്ക് ADRന് 0.71% നേട്ടത്തോടുകൂടിയും ഡോക്ടർ റെഡ്ഡീസ് ADRന് 3.5%, HDFC ബാങ്ക് ADRന് 1%-ലേറെയും ICICI ബാങ്ക് ADRന് 0.5%-നടുത്തും നഷ്ടം നേരിട്ടപ്പോൾ ഇൻഫോസിസ് ADRന് 1.5% നേട്ടവും കൈവരിക്കുവാനായി. അതേസമയം വിപ്രോ ADRന് ഇന്നലെ 17%-നടുത്ത് ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. വിപ്രോ ADRനെ ഇന്നലെ ശക്തമായ ഇടിവിലേക്ക് നയിച്ചത് ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ JP മോർഗൻ സ്റ്റോക്കിനെ ഡൗൺഗ്രേഡ് ചെയ്തുകൊണ്ട് അണ്ടർ വെയ്റ്റ് റേറ്റിംഗ് ആണ് നൽകുകയും ചെയ്തത്. മാത്രമല്ല വിപ്രോ ADRന്റെ ടാർഗറ്റ് പ്രൈസ് $2.2 നിന്നും $1.70 വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. AI ഡിസ്ട്രപ്ഷൻ ഫിയേഴ്സ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ JP മോർഗന്റെ ഡൗൺഗ്രേഡിംഗ് കൂടി വന്നതിനെ തുടർന്ന് ഇന്നലെ സ്റ്റോക്കില് ശക്തമായ ഇടിവും അനുഭവപ്പെടുവാൻ ഇടയാക്കി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. മുൻപ് നമ്മൾ വീഡിയോയുടെ ആദ്യം കണ്ട പോലെ തന്നെ ഫെഡ് ചെയർമാൻ കെവിൻ വാഷറിന്റെ പലിശ നിരക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയെ തുടർന്ന് US മാർക്കറ്റുകൾക്ക് ഇന്നലെ നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നു. S&P 500 0.5%-നടുത്തും നാസ്ഡാക്ക് 0.66%-യും നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും നേരിയ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5%-നടുത്തും ഫ്രാൻസ് മാർക്കറ്റിന് 0.25%-ലേറെയും നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് 0.5%-നടുത്ത് നേട്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 2%-ലേറെയും അതേസമയം കൊറിയൻ മാർക്കറ്റ് 6.5%-ലേറെ നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊറിയൻ മാർക്കറ്റ് ഏകദേശം 1 മാസത്തിനടുത്ത കാലമായി ഒട്ടുമിക്ക ട്രേഡിംഗ് സെഷനുകളിലും ഒന്നെങ്കിൽ 4%-ലേറെ ഉയർച്ചയോ അല്ലെങ്കിൽ 4%-ലേറെ താഴ്ചയോ ആണ് നേരിട്ടുകൊണ്ടിരിക്കുന്നതും സിംഗിൾ ട്രേഡിംഗ് സെഷനുകളിൽ. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 1%-നടുത്തും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1.10%-യും ഇടിവാണ് അനുഭവപ്പെടുന്നതും. ബ്രന്റ് ക്രൂഡിന്റെ വില 70.90 എന്ന ലെവലിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $67.79 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നപ്പോൾ ഗോൾഡിന്റെ വിലയിൽ നേരിയ ഉണർവാണ് അനുഭവപ്പെടുന്നത്. $4,049.71 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. ഇന്നലെ ശക്തിയാർജിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് നിഫ്റ്റിയുടെ PCR 0.88 എന്ന നിലയിൽ നിന്നും 1.11 എന്ന നിലയിലേക്ക് ബുള്ളിഷ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. എങ്കിലും മാക്സ് പെയിൻ 24,000 എന്ന ലെവലിലായിട്ടാണ് നിലകൊള്ളുന്നതും. ഇന്നലെ കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തിന്റെ ഫലമായിട്ട് നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 10-day EMAയുടെ മുകളിലായിട്ട് വീണ്ടും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൂടാതെ 10-day EMAയ്ക്ക് 50-day EMAകളെ മറികടന്നുകൊണ്ട് അവയ്ക്ക് മുകളിലായിട്ടും നിലനിൽക്കുവാനും സാധിച്ചു. അതേസമയം മറ്റൊരു ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20-day EMA 50-day EMA മറികടക്കുവാൻ വേണ്ടിയിട്ടുള്ള ലെവലിന് തൊട്ടടുത്തായിട്ട് എത്തിച്ചേർന്നിട്ടുമുണ്ട്. RSI 51 ചില്ലറയിൽ നിന്നും 55.13 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം ഇന്നലത്തെ പോലെ തന്നെ കോൾ സൈഡിലേക്ക് 24,000 എന്ന സ്ട്രൈക്കിലാണ് ഇന്നും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. അതേസമയം നിഫ്റ്റിയുടെ പുട്ട് സൈഡിലേക്കുള്ള ഓപ്പൺ ഇൻട്രസ്റ്റുകൾ മാറിമറിയുകയും ചെയ്തു. ഇന്നലെ ഉണ്ടായ റാലിയെ തുടർന്ന് നിലവിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിലേക്ക് കാണുവാൻ സാധിക്കുന്നത് 24,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ഈ ചാർട്ടിൽ കാണുന്നത് ഓപ്ഷൻസ് ചെയ്യുന്ന ഓപ്ഷൻ റൈറ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ലുപ്പിൻ ന്യൂജേഴ്സിയിലെ സൊമർസെറ്റിലുള്ള തങ്ങളുടെ ഉൽപാദന കേന്ദ്രത്തിനായി US FDAയിൽ നിന്നും കമ്പനിക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ലഭിച്ചു. ഹീറോ മോട്ടോർ കോർപ്പ് 750 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തോടെ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ തങ്ങളുടെ രണ്ടാമത്തെ ഗ്ലോബൽ പാർട്സ് സെന്റർ സ്ഥാപിക്കുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചു. ഭാരതി എയർടെൽ കമ്പനിയുടെ ഉപസ്ഥാപനമായ എയർടെൽ മണി നിക്ഷേപം സ്വീകരിക്കാത്ത ടൈപ്പ് 2 NBFC ആയിട്ട് വാണിജ്യ അടിസ്ഥാനത്തിൽ
പ്രവർത്തനം ആരംഭിച്ചു. സിൻജിൻ ഇന്റർനാഷണൽ ജൂലൈ 1 മുതൽ ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ശ്രീ സിദ്ധാർത്ഥ് മിത്തൽ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടും ചുമതലയേറ്റു. സ്റ്റഡ്സ് ആക്സസറീസ് ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ടും പ്രധാന മാനേജ്മെന്റ് ഉദ്യോഗസ്ഥനായും ശ്രീ ഭാരത് ഗോയലിനെ നിയമിച്ചു. കോൾ ഇന്ത്യ 600 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി ബുന്ദേൽഖണ്ഡ് സൗരോർജ്ജ ലിമിറ്റഡിൽ നിന്ന് 2831.11 കോടി രൂപയുടെ കരാർ കമ്പനിക്ക് ലഭിച്ചു. സായി പാരന്റേറൽസ് കമ്പനിയുടെ ഓസ്ട്രേലിയൻ ഉപസ്ഥാപനമായ നൗമെഡ് ഫാർമസ്യൂട്ടിക്കൽസ് 202 ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളർ അഥവാ 1300 കോടി ഇന്ത്യൻ രൂപ മൂല്യമുള്ള ദീർഘകാല OTC മരുന്ന് വിതരണ കരാർ ഓസ്ട്രേലിയയിലെ വമ്പൻ ഫാർമസി ശൃംഖലയുമായിട്ടുള്ള തങ്ങളുടെ കരാർ പുതുക്കി. ഫോഴ്സ് മോട്ടേഴ്സ് ജൂൺ മാസത്തെ ഓട്ടോ സെയിൽസ് ഡേറ്റയിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ ടോട്ടൽ സെയിൽസിൽ 23.5%, ഡൊമസ്റ്റിക് സെയിൽസിൽ 26.63%, അതേസമയം എക്സ്പോർട്സിൽ 76.14% വർധനവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ മെയ് മാസം കമ്പനി പുറത്തുവിട്ട മന്ത്ലി സെയിൽസ് ഡേറ്റ മാർക്കറ്റിനെ നിരാശപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്തവണ ശക്തമായ ഒരു തിരിച്ചുവരവാണ് കമ്പനി നടത്തിയതായിട്ടും റിസൾട്ടുകൾ കാണുവാനായിട്ട് സാധിക്കുക. NMDC മന്ത്ലി ബിസിനസ് അപ്ഡേറ്റില് കമ്പനിയുടെ അയറോൺ പ്രൊഡക്ഷനില് 44.3%, സെയിൽസില് 11.2% വർധനവ് രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.